ഗുഡ് ആഫ്റ്റർനൂൺ. പറയൂ, എന്ത് കോഴ്സാ ചെയ്യണത്? CA and ADMCA. CA and ADMCA. ADMCA. ഓക്കെ ഓക്കെ. MCOM BCOM കഴിഞ്ഞ ആളാണോ? എങ്ങനെയാണ്? 12th കഴിഞ്ഞത്. സോറി, ആഫ്റ്റർ 12th. 12th ഇപ്പൊ കഴിഞ്ഞിട്ട് CA ചെയ്യാണ് അല്ലേ? ഗ്രേറ്റ്. അപ്പൊ CAയുടെ താല്പര്യം എപ്പോ തൊട്ട് തുടങ്ങിയതാണ്? 12th തുടങ്ങിയതാണ്. ഓക്കെ, അപ്പൊ CAനെ പറ്റി നന്നായി ഇൻ ആൻഡ് ഔട്ട് അറിയാം അല്ലേ? So you are ready to face the challenges of CA. Good luck. Thank Good you. luck. Nandu? Hello, ma'am. Yes. Good afternoon. ഞാനും ഇവിടെ അക്കൗണ്ടൻസ് അക്കാഡമിയുടെ HDMCA കോഴ്സ് ചെയ്യാണ്. BCom കഴിഞ്ഞു. BCom കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ഇനി എന്താ പ്ലാൻ നന്ദുവിന്റെ? വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്? അല്ല, ഇനി PG ചെയ്യണമെന്നുണ്ട്. MBA. അപ്പൊ അറിയാലോ, MBA ചെയ്യുമ്പോൾ വി ഷുഡ് ചൂസ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. MBA ഒക്കെ കഴിയുമ്പോൾ വേർ ആർ യു? അബ്രോഡ് എവിടെയെങ്കിലും നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അബ്രോഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നോക്കുന്നത്? UK-ല് എന്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് പോകുന്നുണ്ട്. അപ്പോൾ ലൈക്ക് അവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് അടുത്ത വർഷം നോക്കാനാണ്. അടുത്ത വർഷം. ഓക്കെ, സോ യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദ GRE, IELTS, everything, right? Yes. Okay, good luck. Okay. Then Krishna. Good afternoon, ma'am. Good afternoon. How are you? I'm good, ma'am. How are you? Thank you. Good. So you are doing which course here in Accounts Academy? IDCAF ആണ് മാം ചെയ്യുന്നത്. Okay. ഞാൻ BCom കഴിഞ്ഞു. After that job നോക്കണം. പിന്നെ You are not planning for your masters? കുറച്ച് നാൾ ജോബ് ചെയ്തിട്ട് പിന്നെ കണ്ടിന്യൂ. അത് നല്ലതാണ്, പക്ഷെ മടി പിടിച്ച് പോവില്ലല്ലോ? ഇല്ല. ഓക്കെ, ചിലപ്പോ കുറച്ച് ഒരു കൊല്ലം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ മതി, എന്തിനാ ഇപ്പൊ കഷ്ടപ്പെട്ട് പഠിക്കണമെന്ന്. അതുകൊണ്ടാണ് പഠിത്തം കഴിഞ്ഞിട്ട് ജോലിക്ക് എന്നുള്ളത് പറയാ. ഒരു ബ്രേക്ക് വന്നാല് നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിൽ തിരിച്ചങ്ങോട്ട് കയറാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോ കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഓക്കെ. വിദ്യ എന്ത് കോഴ്സാ ചെയ്യണത്? നോ, യു ഹാവിൻറ്റ്. പ്ലീസ് അൺമ്യൂട്ട് യുവർ ഓഡിയോ. വിദ്യ ഇപ്പൊ പറയൂ, അൺമ്യൂട്ട് ആണ്, പറയൂ. ADMCA കോഴ്സ് കഴിഞ്ഞതാണ്. നാളെ എക്സാം ഉണ്ട് എനിക്ക്. MCom കഴിഞ്ഞതാണ്. MCom കഴിഞ്ഞിട്ടാണ്. ഓക്കെ, ഇനി പഠിക്കാൻ പ്ലാൻ ഉണ്ടോ, അല്ല ജോബിലേക്ക് ഇറങ്ങുകയാണോ? ഇനി ജോബ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. ജോബ് ചെയ്യാൻ. അപ്പൊ ഇവിടെ കുറെ പേര് ജോബിന് റെഡി ആയിട്ട് ഇരിക്കണ്ടല്ലേ? റെഡി ടു ഹിറ്റ് ദ ജോബ് മാർക്കറ്റ്. ഹൗ ഗുഡ് യു ആർ പ്രിപ്പയർഡ് ഫോർ ഹിറ്റിംഗ് ദ ജോബ് മാർക്കറ്റ്? ജോബ് ചെയ്യാന്ന് പറയുമ്പോ, ഇപ്പത്തെ ജോബ് ചെയ്യാ പറയുമ്പോഴേ നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. വൺ ഓഫ് ദം ഈസ് ദ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വിച്ച് യു ഓൾ ആർ ഡൂയിങ്. അത് കൂടാണ്ട് ഒരുപാട് ഇന്റർപേഴ്സണൽ സ്കിൽസ്, യുവർ ആറ്റിറ്റ്യൂഡ്, യുവർ കമ്മ്യൂണിക്കേഷൻ, യുവർ ടീം വർക്ക്, അങ്ങനത്തെ ഒരുപാട് ആറ്റിറ്റ്യൂഡ്സിൽ മാറ്റം വരണം. അല്ലെങ്കിൽ ലൈഫ് വിൽ ബി ഡിഫിക്കൾട്ട് അറ്റ് യുവർ ജോബ് എൻവയോൺമെന്റ്. സോ അതിനുള്ളൊരു പ്രിപ്പറേഷൻ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം ടു റെഡി ടു അക്സെപ്റ്റ് ദ ജോബ് സിനാരിയോ. ദിസ് ഈസ് കോമൺ ഫോർ എവരി വൺ, നോട്ട് ഓൺലി ഫോർ വിദ്യ. സോ അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. ജോബ് സിനാരിയോ ഈസ് വെരി വെരി ചാലഞ്ചിങ്. അപ്പൊ അവിടെ നമ്മൾ നമ്മളുടെ മെച്യൂരിറ്റി, ആ മെച്യൂരിറ്റി കംസ് എ ബിറ്റ് ഫ്രം അവർ എഡ്യൂക്കേഷൻ, പിന്നെ നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസ് ആൻഡ് യുവർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് യുവർ പേഴ്സണാലിറ്റി. അപ്പൊ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു ജോബിൽ കയറാൻ. നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വളരെ ലോ ലെവലിൽ നിൽക്കുക, വിനയം. അവിടെ ചെന്നിട്ട് ഞാൻ വലിയ ആളാന്ന് പറഞ്ഞാല് ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അപ്പൊ നമ്മള് വി ഷുഡ് ദെയർ ടു ലിസൺ മോർ, ടു ലേൺ മോർ ദാൻ യു ടോക്ക്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, നന്നായി എല്ലാം ഇതായിട്ട് അങ്ങനെ വേണം ചെയ്യാൻ. ചെല്ലുമ്പോൾ തന്നെ വലിയ ആളാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ സീനിയർ ആയിട്ടുള്ള പ്രീ ഡിഗ്രി ആൾ അവിടെ ഉണ്ടാവും. മാനേജർ ചിലപ്പോൾ സീനിയർ ആയിരിക്കാം, പ്രീ ഡിഗ്രി പാസ്സായിട്ടുണ്ടാവും. അപ്പൊ നമ്മളുടെ പീസ് ഓഫ് മൈൻഡ് കളയാൻ അത് മതി അല്ലേ? അപ്പൊ നമ്മൾ വേണ്ടത് എന്നും പറയില്ലേ,
താഴ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് കൊമ്പത്തെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ആ വിനയം എളിമ ഇല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സർവൈവ് ഇൻ ദ വേൾഡ്, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ് ഈസ് ജോബ് ഓർ എനിത്തിങ് എൽസ്. ഓക്കെ, എന്ത് കാര്യവും നമുക്ക് അതിൻ്റെതായ വിധത്തിൽ പാസ് ചെയ്യാം, ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻ എ വെരി ഹംബിൾ വേ. ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വി ഷുഡ് അഡാപ്റ്റ് ടു ദ സിറ്റുവേഷൻസ്. ഓൾ റൈറ്റ്, ഗുഡ്. അപ്പൊ ഏതൊക്കെ വർക്കുകൾ നിങ്ങളിപ്പോ ട്രയൽ ബാലൻസ്, ഫൈനൽ അക്കൗണ്ട്സ്, മാനുഫാക്ചറിങ് അക്കൗണ്ട്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞു അല്ലേ? പ്രസന്റേഷനിൽ ചെറിയൊരു വ്യത്യാസം, നമ്മൾ എന്താണ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലാബിലിറ്റി എന്നുള്ള വിധത്തിലാണ് പ്രസന്റ് ചെയ്യുക അല്ലെ? അങ്ങനെയല്ലേ ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നത്. മറ്റേത് നമ്മൾ ബാലൻസ് ഷീറ്റ് നോർമൽ ആയിട്ട്, ഐ എം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഫ്യൂ തിങ്സ്, അസറ്റ്സും ലാബിലിറ്റീസും ചെയ്യും. ഇപ്പൊ നമ്മൾ ആ പ്രസന്റേഷനിൽ ഇപ്പൊ വ്യത്യാസം വന്നത് കാരണം വി വിൽ ഹാവ് ഫിക്സഡ് അസറ്റ്സ്, കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലാബിലിറ്റീസ്, സോ യു വിൽ ഹാവ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. പിന്നെ താഴെ വരുന്നത് യു വിൽ ഹാവ് ദ ലോങ് ടേം ലാബിലിറ്റി ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇങ്ങനെയാണ് സ്ട്രക്ചർ അല്ലെ? ഇനി എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? ഒരു ഇന്ററാക്ഷൻ ആണ്, എല്ലാവർക്കും സംസാരിക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ സി എക്കാരൊക്കെ പറയൂ. ഡേ ടു ഡേ റണ്ണിങ്ങിനായിട്ട് വേണ്ട ഫണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അത് എവിടുന്നാ കിട്ടുക ഒരു ബിസിനസ്സിന്? ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് എവിടുന്ന് കിട്ടും? അതിൽ മെയിൻ ആയിട്ട് വരുന്ന എലമെന്റ്സ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോക്കും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ, പിന്നെ ക്യാഷ്, ഡെറ്റേഴ്സ്, അതൊക്കെയാണ്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ വി ആർ ഗോയിങ് ടു മാനേജ് ദ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഇനിയിപ്പോൾ എല്ലാവരും M.Com കഴിഞ്ഞവർ മേ ബി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പുതിയ സിലബസിൽ, പണ്ടത്തെ സിലബസിൽ ഉണ്ടായിരുന്നു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ദാറ്റ് ഈസ് മാനേജിങ് യുവർ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ മെയിൻ area where the business has to concentrate for their smooth running. So we need to manage current assets. For example, stock. Another strong current asset is debtors. Yes, of course, bank. Okay, bank manage ചെയ്യാൻ വലിയ വിഷമമില്ല, ചെറിയൊരു ഇതേ ഉള്ളൂ. ഏറ്റവും പ്രധാനമായിട്ടും മാനേജ് ചെയ്യേണ്ടതാണ് സ്റ്റോക്കും ഡെറ്റേഴ്സും. ഓക്കെ, ലെറ്റ് us see സ്റ്റോക്ക്. സ്റ്റോക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? മിനിമം ലെവൽ, മാക്സിമം ലെവൽ, റീഓർഡർ ലെവൽ, ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. BCom തന്നെ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? അന്ന് വെറുതെ പരീക്ഷയ്ക്ക് പാസ്സാവാൻ വേണ്ടി മിനിമം ലെവലൊക്കെ കാണാപ്പാടം പഠിച്ചു വെച്ചു അല്ലേ? റീഓർഡർ ക്വാണ്ടിറ്റി ഒക്കെ. ദർ ഈസ് മീനിങ് ഇൻ എവറിത്തിങ്. അവിടെ എന്താ ചെയ്യുക നമ്മൾ? ഇഫ് വി ആർ ബൈയിങ് ടു മച്ച് സ്റ്റോക്ക് ആൻഡ് വിച്ച് ഈസ് ലൈയിങ് ഇൻ യുവർ ഷെൽഫ്സ് ഫോർ ലോങ് പീരീഡ്, ഇൻ ഫാക്ട് യുവർ മണി ഈസ് ഹെൽഡ് അപ്പ് ദർ. വല്ലപ്പോഴും വാങ്ങുന്ന ഒരു ഐറ്റം ഒരുപാട് ക്വാണ്ടിറ്റി വാങ്ങി വെച്ചാൽ എന്താവും? അടുത്ത കൊല്ലം വരെ ആ എക്സ്ട്രാ ക്വാണ്ടിറ്റി അവിടെ നിൽക്കണം. അപ്പൊ നമ്മളുടെ പൈസ അവിടെ ഡെഡായി, അത് വിറ്റിട്ട് കിട്ടാനുള്ള പൈസ കിട്ടിയിട്ടില്ല, ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അല്ലേ? അപ്പൊ അത്രയും കാലം നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്, നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റലാണ് അവിടെ കിടക്കുന്നത്. സോ വി ഷുഡ് നോട്ട് കീപ് അവർ വർക്കിംഗ് ക്യാപിറ്റൽ സ്റ്റക്ക് ഇൻ ദ സ്റ്റോക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ റീഓർഡർ ലെവൽ, മിനിമം ലെവൽ, മാക്സിമം ലെവൽ, റീഓർഡർ ക്വാണ്ടിറ്റി ഇതൊക്കെ പഠിച്ചത്. അതൊക്കെ അതിൻ്റെയൊക്കെ ഐഡിയ ബിഹൈൻഡ് ഓൾ ദീസ് ഫോർമുലാസ് ഈസ് ടു manage your stock efficiently, whereby you are managing your working capital in respect of stock efficiently. സ്റ്റോക്ക് കെട്ടിക്കിടക്കുമ്പോൾ ഇറ്റ്സ് കോസ്റ്റിംഗ് ടു മച്ച്. ഒന്ന് നമ്മളുടെ പൈസ, പിന്നെ ഡാമേജ് വരാം, സ്റ്റോക്കിന് ഡാമേജ് വരാം, എലി കയറാം, എലി കയറി സാധനങ്ങൾ ചീത്തയാക്കാം. ചിലപ്പോൾ നമ്മളുടെ വെയർ ഹൗസിൽ സ്ഥലം ഉണ്ടാവില്ല, നമ്മൾ എന്ത് ചെയ്യും? വേറൊരു വെയർ ഹൗസ് വാടകയ്ക്ക് എടുക്കും. അവിടെ എന്ത് ചെയ്യും? വാടക കൊടുക്കണം, ഒരു സെക്യൂരിറ്റി ഗാർഡിനെ നിർത്തണം, അയാളുടെ ശമ്പളം, അവിടുത്തെ പവർ, ഇലക്ട്രിസിറ്റി, സോ മെനി തിങ്സ്. അപ്പോൾ അവിടെയൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറച്ചിട്ട് നമ്മൾ സ്റ്റോക്ക് ഹോൾഡിംഗ് പീരീഡ് ഓഫ് ദ സ്റ്റോക്ക് ഷുഡ് ബി മിനിമം. അതൊന്ന്. അത് കാരണമാണ് നമ്മൾ സ്റ്റോക്ക് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് സ്റ്റോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ആ മാസ്റ്റേഴ്സ് ചെയ്യുന്നവരും CA ചെയ്യുന്നവരും എനി പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, ദിസ് വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ്. So whenever you are doing the problems, don't just calculate
ദ നമ്പർ ആൻഡ് ആൻസർ കിട്ടിയെന്നല്ല. ട്രൈ ടു അനലൈസ് ഇതിന്റെ മീനിങ് എന്താണ്, ഇതിന്റെ ഇംപ്ലിക്കേഷൻ, അങ്ങനെ മനസ്സിലാക്കി പഠിക്കുമ്പോൾ the study will be more interesting and you don't need to study to write any reporting. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അത് ആ പഠിക്കുന്ന ലെവല് തന്നെ അങ്ങനെയായിരിക്കും. ഓക്കെ, അതിന് ഓവർകം ചെയ്യാനാണ് JIT എന്നൊരു സ്കീമുണ്ട്, ജസ്റ്റ് ഇൻ ടൈം. ജാപ്പനീസ് സ്റ്റോക്ക് മാനേജ്മെന്റ് സിസ്റ്റമാണ് JIT. അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ജപ്പാനിലാണ്, മെയിൻലി ടൊയോട്ട കമ്പനി യൂസ് ചെയ്യുന്നത്. അവരുടെ സ്റ്റോക്ക് സിസ്റ്റം ഈസ് അണ്ടർ JIT, ജസ്റ്റ് ഇൻ ടൈം. അതായത് അവരൊരിക്കലും സ്പെയർ പാർട്സ് വാങ്ങി സ്റ്റോർ ചെയ്യില്ല. അപ്പൊ എന്താവും, സ്പെയർ പാർട്സ് ഇപ്പൊ എനിക്കൊരാള് വിദ്യ ഇപ്പൊ ഒരു കാർ ഓർഡർ ചെയ്യണം. അപ്പൊ വിദ്യയുടെ ഓർഡർ കിട്ടുമ്പോൾ ഞാൻ വിദ്യയോട് പറയും, ഓക്കെ, ഐ വിൽ ഏബിൾ ടു ഡെലിവർ യു ആഫ്റ്റർ 20 days. വിദ്യയുടെ ഓർഡർ കിട്ടിയ പിന്നെയാണ് ഞാൻ അതിന് വേണ്ട സ്പെയർ പാർട്സ് എന്റെ സപ്ലയർ വിളിച്ച് പറയാം. അപ്പൊ ആ സപ്ലയർ ആ വേണ്ട സാധനങ്ങൾ എനിക്ക് കൊണ്ടുത്തരും. അപ്പൊ ഞാൻ അസംബിൾ ചെയ്യണു, സാധനങ്ങൾ ചെയ്യുന്നു, വിദ്യക്ക് 10 ദിവസം കൊണ്ട് കാറ് കിട്ടണം. ഇതാണ് ചെയ്യണത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് ഹോൾഡിംഗ് ഈസ് കംപ്ലീറ്റ്ലി റെഡ്യൂസ്ഡ്. അപ്പൊ എന്താ, എനിക്ക് സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരാൾ വേണ്ട, വല്ലവരും കട്ടുകൊണ്ട് പോകണ്ടോ നോക്കാൻ വേണ്ട, ഇൻഷുറൻസ് വേണ്ട, വെയർ ഹൗസ് വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ ഒരു പ്രശ്നം ഇവിടെ എന്താ വെച്ചാൽ ആ അയക്കുന്ന കോസ്റ്റ്. ഞാനിപ്പോ ഒരു സാധനത്തിന്റെ സ്പെയർ പാർട്സ് ആണ്, അപ്പൊ ഷിപ്മെന്റ് ഒന്നും പറ്റുണ്ടാവില്ല. അപ്പൊ മേ ബി വിദ്യ ഈസ് ഗോയിങ് ടു സെൻഡ് ഇറ്റ് ബൈ DHL കൊറിയർ, ബട്ട് ഡസന്റ് മാറ്റർ. ആ ചെലവ്, ആ കൊറിയർ ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടി വന്നാലും അറ്റ് ദ എൻഡ് ഇറ്റ് വിൽ ബി റെഡ്യൂസിങ് മൈ സ്റ്റോക്ക് ലെവൽ. സോ മൈ മണി ഈസ് നോട്ട് സ്റ്റക്ക് ഇൻ ദ സ്റ്റോക്ക്. അപ്പൊ ഇത് വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് മാനേജിങ് ദ സ്റ്റോക്ക് in respect of working capital management. Just one item I told you. അതാ, അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ലെവൽസ് ഒക്കെ ചെയ്യുമ്പോൾ അതാണ് അങ്ങനെയാണ് നോക്കേണ്ടത്. ഇനി ഐ ലൈക്ക് ടു ഹൈലൈറ്റ് വൺ മോർ ഐറ്റം ഫോർ ദ ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിന് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റുക? എഫിഷ്യന്റ്. ഡെറ്റേഴ്സ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. എങ്ങനെയാണ് നമ്മൾ ഡെറ്റേഴ്സിനെ മാനേജ് ചെയ്യാൻ നോക്കുക വെച്ചാൽ, യൂഷ്വലായിട്ട് ഡെറ്റേഴ്സ് 60 ദിവസം 70 ദിവസം ഡിപ്പെൻഡിങ് ഓൺ ദ പോളിസി ഓഫ് ദ കമ്പനി. ചിലപ്പോൾ 60 ദിവസം കഴിഞ്ഞാലും ആരും തരുണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യുക, അത്രയും നമ്മൾ കണ്ടിട്ടില്ലേ, ഡെറ്റ് കളക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് പല ഓർഗനൈസേഷൻ ഉണ്ടാവും. അവരിങ്ങനെ നോക്കിയിരിക്കും. നിങ്ങൾ ഡിലേ ആയാൽ അപ്പൊ അവർ വിളിക്കും, എന്നിട്ടൊരു ഫിക്സഡ് പീരീഡ് ഉണ്ട്, അതിലും കൂടുതലായാൽ ദേ വിൽ ചാർജ് ഇൻട്രസ്റ്റ്. കാരണം എന്താണ്, ഇത്രയും ഞങ്ങൾ കസ്റ്റമറാണ്, എന്തിനാ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്? അതല്ല, അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിന് അവിടെ പ്രശ്നം വന്നു. അവർക്ക് റൺ ചെയ്യേണ്ട ബിസിനസ്, ശമ്പളം കൊടുക്കണം, വാടക കൊടുക്കണം, ഇലക്ട്രിസിറ്റി കൊടുക്കണം, സ്റ്റോക്ക് വാങ്ങണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അവരെന്താ ചെയ്യുക വെച്ചാൽ ദേ വിൽ ചാർജ് ഇൻട്രസ്റ്റ് ഇൻ എ പീനലൈസിങ് വേ. അതല്ലെങ്കിൽ ടു എൻകറേജ് പീപ്പിൾ ടു പേ ഓൺ ടൈം. അപ്പോഴാണ് നമ്മളുടെ കോൺസെപ്റ്റ് ഓഫ് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നത്. Cash discount and trade discount, I'm sure you all will know. You are learning from the 11th and 12th grade. So, cash discount കൊടുക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം to encourage our debtors to pay early. അപ്പൊ അതുകൊണ്ട് എന്താ മെച്ചം, 10 ദിവസം മുമ്പേ എനിക്ക് പൈസ കിട്ടുകയാണെങ്കിൽ മേ ബി ഐ ഡോണ്ട് നീഡ് ടു യൂസ് മൈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി വിത്ത് ദ ബാങ്ക്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഡിസ്കൗണ്ട് ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനേക്കാളും കുറവായിരിക്കും. സോ വൈ ഡോണ്ട് ഐ ഗോ ഫോർ ദിസ് വൺ ആൻഡ് യു ആർ ഹാപ്പി വെൻ ഐ എം ഗിവിംഗ് ഡിസ്കൗണ്ട് ഫോർ മൈ ഡെറ്റേഴ്സ് ആർ ഹാപ്പി. അതാണ് അനദർ വേ ഓഫ് ഡൂയിങ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഫോർ ഡെറ്റേഴ്സ്. മെയിൻ ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ്, ക്രെഡിറ്റേഴ്സ് നമ്മൾ എന്താ ചെയ്യുക, വി ഷുഡ് നെഗോഷിയേറ്റ് മാക്സിമം ക്രെഡിറ്റ് പീരീഡ്. 45 ദിവസം തരുമെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി വലിച്ചു പിടിച്ച് 60 ദിവസം എന്നൊക്കെ പറയുക. എന്നും പറഞ്ഞിട്ട് ഒരുപാട് ചെയ്യരുത് കേട്ടോ. ഒരുപാട് ചെയ്യുമ്പോൾ എന്താ പറയുക ചെയ്യുക, അവര് നമ്മളറിയാണ്ട് നമുക്ക് തരുന്ന സാധനങ്ങളുടെ പ്രൈസ് അവർ കൂട്ടിയിടും. ഇവരെന്തായാലും 2 മാസം കഴിഞ്ഞേ തരുള്ളൂ. 45 ദിവസം എന്നൊക്കെ പറയും, പക്ഷെ 2 മാസം കഴിഞ്ഞിട്ടേ തരുള്ളൂ. അപ്പോ അവർക്കും ഇതേമാതിരി വർക്കിംഗ് ക്യാപിറ്റൽ പ്രോബ്ലം ഉണ്ടാവും അല്ലെ, അവരുടെ ഡെറ്റേഴ്സ് ആണ് നമ്മള്. അപ്പൊ അവരെന്താ ചെയ്യുക, അവർക്ക് പ്രോബ്ലം വരാൻ ഉള്ള ചാൻസ് ഉള്ളത് കാരണം ദേ വിൽ ട്രൈ ടു ഇൻക്രീസ് ദ പ്രൈസ്. അതല്ലെങ്കിൽ ദേ വിൽ try to give us little inferior quality of the material. ഇതൊക്കെ നമ്മളെ ബാധിക്കും.
അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുമ്പോഴും വി ഷുഡ് ഡു ഇൻ എ വെരി ബാലൻസ്ഡ്. നമ്മൾ പറയുന്നു ബിസിനസ് റൺ ചെയ്യാന്ന് പറഞ്ഞാൽ, പക്ഷേ ബിസിനസ്സിൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ് ഈസ് നോട്ട് ഈസി ആസ് വി ആർ തിങ്കിങ്. നമ്മളൊക്കെ പിന്നെ ഫൈനാൻസിൽ ഇരിക്കുന്നവരാണ്, നമുക്ക് അഡ്വൈസ് ചെയ്താൽ മതി. എന്നാലും പറയാം, ഓപ്പറേഷനിലുള്ളവർക്ക് അതിന്റെ ക്വാളിറ്റി നോക്കണം, അവരെ മുഷിപ്പിക്കരുത്, നേരത്തിന് കിട്ടണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാലൻസ് ചെയ്തിട്ട് വേണം. അതുകൊണ്ടാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ്സ് ആയ ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, സ്റ്റോക്ക്, പിന്നെ ഒരു പരിധിവരെ ക്യാഷ്. ക്യാഷിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയണത് ഡിലേ ഇൻ ഡെപ്പോസിറ്റിംഗ്. ചിലപ്പോൾ എന്താ, ചില ആൾക്കാർ ബാങ്കിൽ അന്നന്ന് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യില്ല, ആഴ്ചയിൽ ഒരു ദിവസം ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അത്രയും ദിവസം നമുക്ക് ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം അത് എൻകറേജ് ചെയ്യില്ല. അന്നന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആയിരിക്കും മെയിൻലി എവരിബഡി ഈസ് ഓപ്പറേറ്റിംഗ്. ഇന്ന് പിന്നെ അതൊരു വലിയൊരു ഇഷ്യൂ അല്ല. യു ക്യാൻ ആസ്ക് യുവർ ഡെറ്റേഴ്സ് ടു ഡെപ്പോസിറ്റ് ഇൻ യുവർ ബാങ്ക് സ്ട്രേറ്റ് അവേ. അപ്പൊ അതിനൊക്കെ നമുക്ക് ഒരുപാട് മെച്ചം വന്നു അല്ലെ. നിഫ്റ്റും ഡയറക്റ്റ് ക്രെഡിറ്റ്, ഡയറക്റ്റ് ഡെബിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളത് കാരണം this almost nullify the effect of managing the cash. പക്ഷെ ഇപ്പോഴും സ്റ്റോക്കും ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും വളരെ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്യണം, ബാലൻസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യണം. അതേസമയം ഡെറ്റേഴ്സിന് കൊടുക്കുമ്പോഴും അതെ നമ്മൾ നന്നായി ചെയ്യണം. പ്രോപ്പറായിട്ട് ഡെറ്റ് കളക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വേണം, പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് വേണം. എന്നിരുന്നാലേ ആ ഡെറ്റ് കളക്ഷന് ഡിപ്പാർട്ട്മെന്റ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മളുടെ ക്യാഷ് കളക്ഷൻ ആവുള്ളൂ. അതുകൊണ്ടാണ് പല കമ്പനികളിലും ഡെറ്റ് കളക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് കളക്ഷന്റെ ഒരു പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് കൊടുക്കും. ആ കമ്മീഷൻ കൊടുത്താലും കമ്പനിക്ക് ലാഭമാണ്. അപ്പൊ അങ്ങനത്തെ ഓരോ സിസ്റ്റംസ് ഒക്കെ ഉണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പഠിക്കും. വൺ കോർ ഏരിയ ഓഫ് ലേണിംഗ് ഈസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ആൻഡ് working capital is one of the main area of control where you need to do good strategies for the sake of running the business without cash flow problems. ഒക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ചെയ്യുന്നത്. എന്നിരുന്നാൽ മാത്രമേ കമ്പനിക്ക് അഡീഷണൽ ആയിട്ട് ലോണോ ഓവർ ഡ്രാഫ്റ്റോ ഒന്നും എടുക്കാണ്ട് എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യാം. ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ഓരോന്നും ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ പ്രോഫിറ്റ് കുറയും. അവിടെയൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കും. ഷോർട്ട് ടേം ആയിട്ട് എടുക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് എടുക്കും. പുറത്തുനിന്ന് വല്ലയിടത്തും എടുക്കുകയാണെങ്കിൽ അവിടെ ഇനിയും കൂടുതലായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ഇങ്ങനത്തെ സിസ്റ്റംസ് ഒക്കെ വെച്ചിട്ട് വേണം വി നീഡ് ടു മാനേജ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഏരിയ. ഇതിപ്പോ നിങ്ങൾ ആ ലെവലിലുള്ള കുട്ടികളായത് കൊണ്ട് ഐ എം ജസ്റ്റ് ഡിസ്കസിങ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് റേഷ്യോസ്. നിങ്ങളുടെ റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, സി എക്കാർക്കൊക്കെ വളരെ ഇതായിട്ട് വെറുതെ റേഷ്യോ കാണലല്ല അവിടെ. യു ഷുഡ് ഏബിൾ ടു interpret the ratios in a efficient way. അപ്പൊ നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടതും ആലോചിക്കേണ്ടതും നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ യു ക്യാൻ ഓൾവേസ് ആസ്ക് യുവർ ടീച്ചേഴ്സ് ഹു വിൽ എക്സ്പ്ലെയിൻ ഇൻ എ ബെറ്റർ വേ ടു ഇന്റർപ്രറ്റ് ദ റേഷ്യോസ് ആൻഡ് വാട്ട് ഈസ് ദ ഇംപ്ലിക്കേഷൻ. ഒരു റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ്, ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡ്. അപ്പൊ നമ്മളുടെ ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് എപ്പോഴും കുറവായിരിക്കണം, ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡ് കുറച്ച് കൂടുതലായിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് ദ അതർ വേ റൗണ്ട് ഇറ്റ്സ് എ പ്രോബ്ലം. ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് കൂടുതലാണ്, മീനിങ് നമുക്ക് നേരത്തിന് പൈസ കിട്ടില്ല. പക്ഷെ ക്രെഡിറ്റേഴ്സ് കളക്ഷൻ പേയ്മെന്റ് പീരീഡ് കുറവാണ്. അപ്പൊ എന്തായി, 65 ദിവസം കൊണ്ട് ക്രെഡിറ്റർക്ക് കൊടുക്കണം. നമുക്ക് ഡെറ്റർ തരുന്നത് ചിലപ്പോൾ 90 ദിവസമായിട്ടായിരിക്കാം. അപ്പൊ ആ വ്യത്യാസം കണ്ടില്ലേ, 90ഉം 65ഉം തമ്മിലുള്ള വ്യത്യാസം. അത്രയും ദിവസം കൊടുക്കാനുള്ള പൈസ ഓണർ വേറെ സോഴ്സ് ഓഫ് ഇൻകം കണ്ടുപിടിക്കണം. അവിടെയാണ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, ഡെറ്റ് കളക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പുഷ് ചെയ്യേണ്ട ആവശ്യം. ചിലപ്പോൾ അവരെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടാവും, ഫോളോ അപ്പ് ചെയ്യില്ല. ഫോളോ അപ്പ് ചെയ്താലേ നമുക്ക് നേരത്തിന് കിട്ടുള്ളൂ. അതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. ചില ആൾക്കാർ ഫോളോ അപ്പ് ചെയ്യാത്തത് കൊണ്ട് അറിയുണ്ടാവില്ല. ഇപ്പോഴൊക്കെ സിസ്റ്റം വന്നു, സോഫ്റ്റ്വെയറിൽ തന്നെ റെഗുലർ ആയിട്ട് വാങ്ങുമ്പോൾ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് അലൗ യു ടു ബിൽ. നിങ്ങൾ ബില്ല് ചെയ്യുമ്പോൾ മേ ബി യു ഹാവ് ടു ഗെറ്റ് ദ പെർമിഷൻ ഫ്രം യുവർ ബോസ്, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ബോസിന് ഒന്ന് നോക്കാൻ പറ്റും, ഓക്കെ ഇയാൾ കുറെ കാലമായി പൈസ തന്നിട്ടില്ല, അപ്പൊ നേരിട്ട് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ ഒന്ന് ഡിലേ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് വരുന്ന ഏരിയാസ്. പിന്നെ ഈ റേഷ്യോസ്, ഈ ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് ഒക്കെ റിലേറ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വേണം നമ്മൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട്. പിന്നെ ഓഫ് കോഴ്സ് യു ഷുഡ്
change according to the scenario. ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരു പിക്ചർ ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ്. ആൻഡ് ഐ വാണ്ട് യു ടു tell me what you understand from that, what you can judge from the picture. Let us see. ചിലപ്പോൾ വല്ലവർക്കൊക്കെ കണ്ടിട്ടുള്ള ഓർമ്മ ഉണ്ടാവും, ഇല്ലാത്തവർക്ക് അതൊന്ന് നോക്കുക. എന്നിട്ട് let us see what you infer from the picture. വല്ല ഐഡിയ ഉണ്ടോ? ഒന്നെല്ലാവരും അൺമ്യൂട്ട് ചെയ്യൂ, അപ്പോഴേ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഈ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ പിക്ചർ എനിക്ക് ഇപ്പോഴത്തെ റെലവന്റ് സിറ്റുവേഷന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചറാന്ന് തോന്നി. ഈ പിക്ചറിനെ പറ്റി വല്ല ഇൻഫർമേഷനും അറിയോ? ആരും കണ്ടിട്ടില്ലേ? എൻ്റെ അമ്മോ, ആരും കണ്ടിട്ടില്ല പിക്ചർ? ആരൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആരുടെയൊക്കെയോ? ശ്രുതി കണ്ടിട്ടുണ്ടോ ആ പിക്ചർ? It's quite a confusing picture because there is a part of the portion where it's a desert, then there is greenery also. And the main thing, എന്താണ് ആ പിക്ചറിൽ എന്താ കണ്ടത്? ഒരു ബ്രിഡ്ജ് അല്ലേ? Yeah, there is a bridge and in a desert area also. പക്ഷേ ബ്രിഡ്ജ് സാധാരണ നമ്മൾ കാണുന്നത് ഓവർ ദ റിവർ ആണ് അല്ലേ? പക്ഷെ ഇവിടെ റിവർ സൈഡിൽ കൂടി പോണു, അതിന്റെ അപ്പുറത്തെ ഒരു ബ്രിഡ്ജ് അല്ലേ? ഓക്കെ, ലെറ്റ് us talk about that. നിങ്ങൾ എല്ലാവരും ഈ ബ്രിഡ്ജിന്റെ പേരാണ് ചുലോട്ടിക്ക ബ്രിഡ്ജ്. മേ ബി യു ക്യാൻ നോട്ട് ഡൗൺ CHOLUTECA, ചുലോട്ടിക്ക ബ്രിഡ്ജ്. ഇതൊരു 484 മീറ്റർ ലോങ് ബ്രിഡ്ജ് ഓവർ ദ റിവർ ചുലൂട്ടിക്ക. ഇറ്റ്സ് ഇൻ സെൻട്രൽ അമേരിക്ക. കേട്ടിട്ടുണ്ടോ ചുലൂട്ടിക്ക എന്ന് പറഞ്ഞ ഏരിയ? ദാറ്റ് ഏരിയ ഈസ് വെരി ഫേമസ് ഫോർ സ്ട്രോംസ് ആൻഡ് ഹരിക്കെയിൻസ്. അവിടെയാണ് എപ്പോഴും ഹരിക്കെയിൻസും അതൊക്കെ വരിക. അപ്പോ ലെറ്റ് us talk something about that. So this place is very famous for hurricane and storms. What happened is they decided to build a new bridge over river Chulutica in 1996. In 1996 they decided to build a bridge. കാരണം ഓരോ പ്രാവശ്യം ഹരിക്കേൻ വരുമ്പോൾ what happens is ഈ ബ്രിഡ്ജ് washed out ആവും എപ്പോഴും. So they decided we should build a very strong bridge which can face any extreme weather condition. അങ്ങനെ ഒരു ജാപ്പനീസ് firm was contracted to build the solid bridge which will withstand the powerful force of nature. അതാണ് നമ്മളുടെ ന്യൂ ഹരിക്കെയിൻ ബ്രിഡ്ജ്. അങ്ങനെ മോഡേൺ എഞ്ചിനീയറിംഗും അതും ഇതൊക്കെ ചെയ്ത് ജാപ്പനീസ് കമ്പനി 1998 ആ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തു. Then what happened is people drove from one side of the Chulutica river to the other, and they were just admiring the bridge, and it was Chulutica's pride and joy because ഈ അടുത്ത ഹരിക്കെയിനും എന്താ പറയാ സ്ട്രോമും വരുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജ് എന്തായാലും നമ്മളെ സ്ട്രോങ് ആയിട്ട് കാത്തു നാക്കും എന്നുള്ള നിലയിൽ. അങ്ങനെ സെയിം ഇയറിലെ ഒക്ടോബറിൽ ഹരിക്കെയിൻ മിച്ചി ഒരു ഹരിക്കെയിൻ വന്നു. ആ ഹരിക്കെയിൻ ഹാൻഡുറാസ്, അതാണ് നമ്മുടെ സെൻട്രൽ അമേരിക്കൻ, അവിടെ ഹരിക്കെയിൻ ഹിറ്റ് ചെയ്തു. വാട്ട് ഹാപ്പൻഡ് ഈസ് they had around 75 inches of rain in 4 days. 6 മാസം കൊണ്ട് പെയ്യേണ്ട മഴ 4 ദിവസം കൊണ്ട് പെയ്തു. അപ്പൊ എന്തായി? ഡിവാസ്റ്റേഷൻ ഓൾ അറൌണ്ട് ദ സെൻട്രൽ അമേരിക്ക. അതേ നമ്മൾ വിചാരിച്ച മാതിരി തന്നെ റിവർ ചൊലുട്ടിക്ക swelled and flooded the entire region. പിന്നെ around 7,000 people lost their lives. All the bridge except this one
like everything is washed out, but our Choluteca bridge remained unaffected. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ബിഗ് പ്രോബ്ലം. ബ്രിഡ്ജ് വാസ് ഇൻടാക്ട്, പക്ഷേ the road leading to the bridge and the road leaving it were both swept away. ആ ബ്രിഡ്ജിലേക്ക് കയറുന്ന റോഡും ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി പോകുന്ന റോഡും വാഷ്ഡ് ഔട്ട്, ലീവിങ് നോ സൈൻ. അങ്ങനെ ഒരു റോഡ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള സൈന് പോലും ഇല്ലാത്ത ഹെവി റെയിനും ഹരിക്കേനും വന്നു. അതുകൂടാണ്ട് ഫ്ലഡിങ് ഫോഴ്സ് ചെയ്തപ്പോ റിവർ ചൊലീറ്റിക്ക ചേഞ്ച് ദ കോഴ്സ്. റിവർ എന്തായി? വേറൊരു ദിശയിലേക്ക് ആയി. ആൻഡ് ഇറ്റ് ക്രിയേറ്റഡ് എ ന്യൂ ചാനൽ ആൻഡ് റിവർ നൗ ഫ്ലോഡ് ബിസൈഡ്സ് ദ ബ്രിഡ്ജ്. കണ്ടോ? അങ്ങനെയാണ് ബ്രിഡ്ജ് ഒരു ഭാഗത്തും റിവർ മറ്റേ ഭാഗത്തും ആയിപ്പോയത്. സോ ബ്രിഡ്ജ് ഭയങ്കര സ്ട്രോങ് ആയി, ഹരിക്കേനൊക്കെ സർവൈവ് ചെയ്തു. പക്ഷെ ബ്രിഡ്ജ് ഓവർ നത്തിങ് ആയി, അല്ലേ? എ ബ്രിഡ്ജ് നൗ നോവേർ. അങ്ങനെ 22 വർഷം മുമ്പ് സംഭവിച്ചതാണ് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ലെസൺ ലേൺ ചെയ്യാനുള്ളത്? ഒരുപാട് കഷ്ടപ്പെട്ട് വലിയൊരു ബ്രിഡ്ജ് ഉണ്ടാക്കി, ആ ബ്രിഡ്ജ് നമുക്ക് ഒരു ഉപയോഗം ഇല്ലാണ്ടായി തീർന്നു, അല്ലേ? സോ I feel this is what we are going through. The world is changing in many ways we never imagined. അല്ലേ? നമ്മൾ പല വിധത്തിലും പ്ലാൻ ചെയ്തിട്ടാവും, പക്ഷേ വേൾഡ് ചേഞ്ച് ആയി. ആൻഡ് ചൊലോട്ടിക്ക ബ്രിഡ്ജ് ഈസ് എ ടെറിഫിക് ലെസൺ ഫോർ us. ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു us. ചൊറിട്ടിക്ക ബ്രിഡ്ജിന് സംഭവിച്ച കാര്യങ്ങൾ നമുക്കൊക്കെ സംഭവിക്കാം, എസ്പെഷ്യലി ഇൻ അവർ കരിയർ, ബിസിനസ്, ലൈഫ്, എവിടെ വേണമെങ്കിൽ. റൈറ്റ്? സോ ലെറ്റ് മീ ട്രാൻസ്ലേറ്റ് ദിസ് ടു അവർ കരിയർ. As you look at your career, you think again before you take one more course that make you even more expert in your area of specialization. എന്താ പഠിക്കേണ്ടത് നോക്കുമ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്? ആ ഏരിയയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നല്ലോണം ആലോചിക്കുക. കാരണം ചിലപ്പോ the area where you are going to specialize more will become redundant. അതിന്റെ ആവശ്യമേ ഇല്ലാണ്ടായിട്ട് വരാം, അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബിഫോർ സ്പെൻഡിങ് മണി ഓൺ ഓൾ ദീസ് തിങ്സ്, വി ഷുഡ് തിങ്ക് ആൻഡ് ചൂസ് ദ ഏരിയ വേർ വിച്ച് ഈസ് റെലവെന്റ് ഫോർ ടുഡേയ്സ് വേൾഡ്. ചിലപ്പോൾ ഒരു ബന്ധവും ഇല്ലാത്തതായിരിക്കാം. അങ്ങനെയാണ് നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത്. പണ്ടൊക്കെ ആൾക്കാർ പല ഏരിയയിലും കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ PhD എടുക്കും. ചിലപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമേ ഉണ്ടാവില്ല നമുക്ക് ജീവിതത്തിൽ വർക്ക് ചെയ്യാൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു നോളേജും ഇഷ്ടംപോലെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉണ്ട്, അതും മതിയാവും വർക്ക് ചെയ്യാനായിട്ട്. സോ തിങ്കിങ് ഓഫ് ഓപ്പണിങ് മോർ, അതായത് ഇപ്പോൾ പുതിയൊരു ബിസിനസ്, ഇപ്പോൾ കുറേ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പോവാണ്, അത് ചെയ്യാൻ പോവാണ്, പുതിയ കൺട്രിയിലേക്ക് പോകാൻ പോവാണ്, ഫിസിക്കൽ ഓഫീസ്, വലിയൊരു ഹെഡ് ഓഫീസ് ബിൽഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചിലപ്പോൾ ബിസിനസ്സുകാരെ ആലോചിക്കാം. പ്രസന്റ് സിനാരിയോയിൽ ചിലപ്പോൾ പല ബിസിനസ്സുകാരും അങ്ങനെയായിരിക്കാം ആലോചിച്ചിട്ടുണ്ടാകുക. പക്ഷെ ഇന്ന് ആരാ സക്സസ്ഫുള്ള്? ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നവനാണ്, അല്ലേ? കൊറോണ കാരണം ആർക്കും പുറത്തു വരാൻ പറ്റില്ല, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ടു മെനി റെസ്ട്രിക്ഷൻസ്. അപ്പൊ അങ്ങനത്തെ ബിസിനസ്സിനൊക്കെ പോയവരുടെ മണി ദേ ആർ റിയലി എ ഡെഡ് സ്റ്റോക്ക് ആയി. സോ കരിയറിനും ഇതേമാതിരി തന്നെയാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഏരിയയിൽ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അതാത് സിറ്റുവേഷനിൽ നമ്മളുടെ കറണ്ട് സിനാരിയോയിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കോഴ്സ് ചെയ്യണം എന്നുള്ളതിനെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ? അപ്പോൾ ദ ചാലഞ്ച് വി ഗെറ്റ് ഫോക്കസ്ഡ് ഓൺ ക്രിയേറ്റിംഗ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ടു എ ഗിവൺ പ്രോബ്ലം ആൻഡ് വി ഫൊർഗെറ്റ് ദ പ്രോബ്ലം ഇറ്റ്സെൽഫ് മൈറ്റ് ചേഞ്ച്. കണ്ടില്ലേ? അന്ന് ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിച്ചു, ബ്രിഡ്ജ് പോവാണ്ടിരിക്കാൻ. അന്നത്തെ പ്രശ്നം എന്തായിരുന്നു? എപ്പോഴും ബ്രിഡ്ജ് കൊളാപ്സ് ചെയ്യണു, റിവർ എപ്പോഴും ഫ്ലഡ് ആവണു, അതായിരുന്നു മെയിൻ പ്രോബ്ലം. അപ്പൊ അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടു, ബെസ്റ്റ് ജാപ്പനീസ് ടെക്നോളജി വെച്ച് ബെസ്റ്റ് റിവർ ഉണ്ടായി. പക്ഷെ പ്രോബ്ലം എന്തായി? ആ പ്രോബ്ലമേ ഇല്ല, റിവർ ഡിസൈഡഡ് ടു ഫ്ലോ ഇൻ അനദർ വേ. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നതെല്ലാം തന്നെ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യം ഇല്ല. വി ഷുഡ് ഹാവ് അവർ ആറ്റിറ്റ്യൂഡ് ടു ചേഞ്ച് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ വിച്ച് ഈസ് ഗോയിങ് ഓൺ. അതേമാതിരിയാണ് ബിസിനസ്. ഇപ്പൊ കണ്ടമാനം ബ്രാഞ്ച്, അവിടെ ബ്രാഞ്ച്, ഇവിടെ ബ്രാഞ്ച്, വല്ല ആവശ്യമുണ്ടോ? ഇപ്പോ
ഉള്ള കടയിൽ തന്നെ ആൾക്കാർക്ക് വരാൻ സമയമില്ല, ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ, പിന്നെന്താണ് കോവിഡ് ഫിയർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആരൊക്കെ ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയോ, ഓൺലൈൻ ഹോം ഡെലിവറി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയോ, അവരൊക്കെയാണ് സക്സസ്ഫുൾ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? The market, we should change according to the market. We should not focus on bridge, and we should not ignore the possibility that the river might go in another direction. So think about that, build to last ആണോ and but build to adapt ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. build to last എന്ന് പറയുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടില്ലേ ഇരിക്കാനായിട്ട്. build to adapt എന്ന് പറഞ്ഞാൽ we should have things which will able to adapt to our current scenario. So you might want to add ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജിന്റെ കാര്യം ഒരു പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് റൂമിലൊക്കെ വെക്കുക കേട്ടോ. സോ ഇറ്റ് വിൽ ഗിവ് യു സം ഇൻഡിക്കേഷൻസ്. ഇതാണ് ജീവിതം. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു പ്രോബ്ലം വാനിഷ് ആവാം. അതിനുവേണ്ടി ഒരുപാട് റിസർച്ചും ഡെവലപ്മെന്റും പൈസയും ഒക്കെ മുടക്കി ഇരിക്കുന്നവൻ വെഡ്ഡിയാവാം. ഈ ഒരു സിറ്റുവേഷനിൽ, നമ്മളുടെ ഈ കൊറോണ സിറ്റുവേഷനിൽ ഐ ഫെൽറ്റ് ദിസ് ഇസ് വെരി ആപ്റ്റ്. ഇതിപ്പോ കുറച്ചു കാലത്തേക്ക് ഒരു ഷോർട്ട് ടേം ആണെങ്കിലും വിത്ത് യുവർ കരിയർ ആൻഡ് യുവർ ബിസിനസ് എവറിത്തിങ് ഷോർട്ട് ടേമിലാണ് ഈ ചേഞ്ച് വന്നാലും ദിസ് വിൽ ബി സസ്റ്റൈനിങ് ഇൻ ദ മാർക്കറ്റ് ഫോർ സം ടൈം. കുറച്ചു കാലം എടുക്കും നമ്മളുടെ ഈ കോവിഡ് സിറ്റുവേഷൻ ഒക്കെ മാറാനും അതിനൊക്കെ ആയിട്ട്. സോ ഹൂ വിൽ ബി സക്സസ്ഫുൾ? ഹൂ ആർ ready to adapt to this situation. കൊറോണ കഴിയട്ടെ എന്നിട്ട് ഞാൻ നേരിട്ട് പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നവനേക്കാളും ബുദ്ധിമാൻ ലെറ്റ് മീ ഗ്രാബ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ കറന്റ് സിറ്റുവേഷൻ. ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ അല്ലെ? അല്ലാണ്ട് ഇപ്പൊ ആലോചിച്ച് നോക്കൂ, എത്രയോ സ്ഥാപനങ്ങൾ they could not think of an alternative of doing online, whether it is trading or like teaching or any other service. But for the doctors, wherever possible we can have online. ഡോക്ടേഴ്സിന് മാത്രം അവിടെയും ഇപ്പൊ ഞാൻ എവിടെയോ ഒരു അഡ്വർടൈസ്മെന്റ് കൊണ്ട് വാട്സപ്പിൽ കൂടി ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്യുന്നു. അതായത് നിങ്ങളെ സംസാരിച്ച് നിങ്ങളുടെ സിസ്റ്റംസ് പറയുമ്പോഴും റിപ്പോർട്ട്സ് അയച്ചു കൊടുക്കുമ്പോഴും they will able to diagnose your sickness എന്ന് പറഞ്ഞിട്ട് വരെ ഡോക്ടേഴ്സ് ചെയ്യാൻ തുടങ്ങി. അത് ഒരു സൈഡിൽ ബിസിനസ് എന്നും കാണാം, അല്ലെങ്കിൽ ഒരു സൈഡിൽ നമുക്ക് എല്ലാരെയും സേഫായി അവരവരുടെ സ്ഥലത്ത് നിർത്തിയിട്ട് ഹോസ്പിറ്റലൊന്നും വരാണ്ട് ജനങ്ങളെ ട്രീറ്റ് ചെയ്യാന്നും വരാം. അപ്പോ എനിക്ക് ഇത് കണ്ടപ്പോ നമ്മളെ ഈ ചൊലോട്ടിക്ക ബ്രിഡ്ജിനെ കണ്ടപ്പോ ആ റൈറ്റപ്പ് ഇന്നത്തെ നമ്മളുടെ സിറ്റുവേഷന് വളരെ ആപ്റ്റ് ആണെന്ന് തോന്നി. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ വി ഷുഡ് ഡു ദ കോഴ്സസ് വിച്ച് വിൽ ഹെൽപ്പ് യു ടു അഡാപ്റ്റ്. ഞാനിപ്പോ എല്ലാവരോടും പറയണതാണ്, ട്രൈ ടു ഡു മാക്സിമം ഓൺലൈൻ തിങ്. അതാണ് ഇപ്പോ. അല്ലാണ്ട് എനിക്ക് ബുക്ക് വായിച്ചാലേ മനസ്സിലാവുള്ളൂ, എനിക്ക് ഫേസ് ടു ഫേസ് കണ്ടാലേ ക്ലാസ് അറ്റൻഡ് ചെയ്താലേ മനസ്സിലാവും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്താവും, നിങ്ങൾ ഇത് എത്ര ദിവസം നിൽക്കും നമുക്ക് അറിയില്ല. അങ്ങനെ വരുമ്പോ വി വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ്. ആൻഡ് ദോസ് ഹൂ thought of this idea and they adapted to the situation, they will be the people successful in their business or even in their career development. So I felt this is something which I should really discuss. ഇതിപ്പോ ഒരു പ്രകാശ് അയ്യറിന്റെ ആരെങ്കിലും ബിസിനസ് വേൾഡ് എന്നുള്ള മാഗസിൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന ഒരു ആർട്ടിക്കിൾ ആണ് ബിസിനസ് വേൾഡിൽ. സംടൈംസ് ഇൻ ഏപ്രിൽ മെയിൽ വന്ന ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ ഞാനതൊന്നത് എടുത്ത് വായിച്ചപ്പോ പിന്നെ എനിക്ക് തോന്നി ഇപ്പൊ ഈ സമയത്ത് അത് വളരെ നമ്മളുടെ പഠിപ്പിനും ഓൺലൈൻ ടീച്ചിങ്ങിനും ഓൺലൈൻ ട്രെയിനിങ്ങിനും ആപ്റ്റ് ആയിട്ടുള്ളൊരു ഇതായിട്ട് എനിക്ക് ലിങ്ക് ചെയ്യാൻ തോന്നിയത് കൊണ്ട് ഷെയർ ചെയ്തതാണ്. സോ ദിസ് ഈസ് ഹൗ അവർ ലൈഫ് ഈസ് ഗോയിങ് ഓൺ. സോ ട്രൈ ടു അഡോപ്റ്റ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ വേർ വി വിൽ ഏബിൾ ടു ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ആർ കമ്മിങ് ഇൻ ദ കറന്റ് സിറ്റുവേഷൻ. നോക്കൂ, ആമസോൺ, അന്ന് ആമസോൺ തുടങ്ങിയപ്പോഴൊന്നും വലിയൊരു കാര്യം ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് പേര് ആമസോൺ. ഇപ്പൊ ഇന്നെന്താണ്, എല്ലാവരും ആമസോൺ. ലീവ് ആമസോൺ, എവരിബഡി ദേ ആർ ഡൂയിങ് ഓൺലൈൻ ഷോപ്പിംഗ്, ഓൺലൈൻ ഡെലിവറി, ഓൺലൈൻ ഓർഡറിങ്, എല്ലാം ഓൺലൈൻ. ഇപ്പൊ ടീച്ചിങ് നമ്മളിപ്പോ ഓൺലൈനിലല്ലേ ചെയ്യണത്. അപ്പോൾ അതാണ് പറയുന്നത്, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് വരിക. ദാൻ കോൺസെൻട്രേറ്റിംഗ് ഓൺലി സംതിങ് വിച്ച് വിൽ മേക്ക് യു വെരി സ്ട്രോങ്. ചിലപ്പോൾ ആ സിറ്റുവേഷനേ ഇല്ലാണ്ടായിട്ടുണ്ടാവും. ഇനിയിപ്പോ നമുക്ക് നോക്കാം, ഇതോട് കൂടിയിട്ട് വി ക്യാൻ എക്സ്പെക്ട് ലോട്ട് ഓഫ് ചേഞ്ചസ്. കുറെ സ്ഥാപനങ്ങൾ ഇനിയിപ്പോ ഓൺലൈനിലായിരിക്കും പഠിപ്പിക്കുക. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ.
നിങ്ങൾക്കും സ്റ്റുഡൻസ് ഇപ്പൊ അടുത്ത നിങ്ങൾ ഓപ്ഷൻ ചോദിച്ചു തുടങ്ങും, ആർ യു ഓഫറിങ് ഓൺലൈൻ ട്രെയിനിങ് ചോദിച്ചു തുടങ്ങും. കാരണം നിങ്ങൾ അതിന്റെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്തു അല്ലെ. യു ഡോണ്ട് നീഡ് ടു ട്രാവൽ, യു ഡോണ്ട് നീഡ് ടു feel the hassle of walking in the sun or rain. You are very comfortable at home. It's very economical. Everything on a fingertips. A touchilana life ഇരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതാണ് ചേഞ്ചസ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ കറണ്ട് സിനാരിയോയിൽ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടതും പഠിക്കേണ്ടതുമെല്ലാം. അപ്പം എല്ലാം ഓൺലൈനിലാണ്. അപ്പം മേ ബി ഇറ്റ് വിൽ സ്റ്റേ ഫോർ സം ടൈം ആൻഡ് ഐ എം ഷുവർ മെനി പീപ്പിൾ പ്രിഫർ ഓൺലൈൻ than the traditional method of classroom teaching. ഓക്കെ, ഇപ്പൊ ജനറൽ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ററാക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ വി ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ് വൺ ബൈ വൺ. ഐ എം നോട്ട് ഗോയിങ് ടു കോൾ ഔട്ട് യുവർ നെയിംസ്. എല്ലാവരും ഒരു ഹയർ ലെവലിൽ ഇരിക്കുന്നവരും ജോലിക്ക് പോകേണ്ടവരും ഒക്കെയാണ്. ഇപ്പൊ ജോലിക്ക് ശ്രമിക്കുന്നവരും ഇതേമാതിരി മാക്സിമം എക്യുപ്ഡ് ആവാൻ ശ്രമിക്കുക. വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും അങ്ങനത്തെ കോഴ്സുകളും അതെല്ലാം വെച്ചിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും നിങ്ങളുടെ വർക്ക്? നിസ്വാന ദിലീപ് ഏത് വർക്കാ ചെയ്യണത് ഇപ്പോ? മാം ഇപ്പോ റേഷ്യോസ് കംപ്ലീറ്റ് ആയി ADMCയിൽ. ആഹാ, ഏതൊക്കെ റേഷ്യോ? നിസ്വാനയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ റേഷ്യോ, എത്രയും മനസ്സിലാക്കിയതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റേഷ്യോ എന്നുള്ള ഏത് റേഷ്യോ ആണ് തോന്നിയത് നിസ്വാന? അത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഓക്കെ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ ഏതാണ്? കുഴപ്പമില്ല, എല്ലാം. എല്ലാം. എന്താണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോന്റെ മെച്ചം? എന്താണ്? നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ ഓണേഴ്സിന് നമ്മൾ എന്തായാലും അതിന്റെ പ്രോഫിറ്റ് അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവണം, അതിന്റെ പ്രോഫിറ്റ് എത്രയാണ് ബിസിനസിന്റെ. അപ്പോ നമ്മൾ അവർക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ സിംപ്ലസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി റേഷ്യോസിലാണല്ലോ കാണിക്കുന്നത്. റേഷ്യോസ് ആണ് നല്ലത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എങ്ങനെയായാലും ഡിസിഷൻ എടുക്കുക? അത് നമുക്ക് ഫേവറബിൾ റേഷ്യോസ് ഉണ്ടല്ലോ, അപ്പൊ ആ ക്വാണ്ടിറ്റിയുടെ അടുത്തെത്താണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ബിസിനസിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നിട്ടുള്ളത്. പിന്നെ വേറെ എങ്ങനെ ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റില്ലേ? ലാസ്റ്റ് ഇയേഴ്സ് റേഷ്യോ പിന്നെ പ്രസന്റ് ഇയേഴ്സ് റേഷ്യോ നമുക്ക് കമ്പയർ ചെയ്യാം. എന്താണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ അറിയാലോ. ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനിയാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ചെയ്യുക അല്ലേ. ഹൈ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ പറയുകയാണെങ്കിൽ വി ആർ ഗെറ്റിംഗ് മോർ പ്രോഫിറ്റ് അല്ലേ. ഏതൊക്കെയാണ്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഇതൊക്കെയാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കമ്പയർ ദ നെറ്റ് പ്രോഫിറ്റ് ഫ്രം ലാസ്റ്റ് ഇയർ ടു ദിസ് ഇയർ. എന്തുകൊണ്ട് കുറഞ്ഞു, അതിന്റെ റീസൺ എന്താണ് നമ്മൾ അനലൈസ് ചെയ്യണം അല്ലേ. അങ്ങനത്തെ അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ റേഷ്യോ ഉണ്ടാക്കിയതിന്റെ ഗുണം കിട്ടുള്ളൂ. വെറുതെ കണ്ടു പ്രോഫിറ്റ് കുറഞ്ഞു കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഇക്കൊല്ലം, അല്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ മറ്റേ സെയിം ഇൻഡസ്ട്രിയിലുള്ളവർ നമ്മളെക്കാളും കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, അവിടെ നിർത്തിയാൽ ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ് or it's not going to benefit the ratios. Benefit is not going to get to the organization. We need to analyze the reason whether it is high or whether it is low. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഓണേഴ്സിന് ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ പറഞ്ഞ മാതിരി ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ പ്രസന്റ് ചെയ്യാൻ വിചാരിക്കും. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ബോസ് പ്രസന്റ് ചെയ്യുമ്പോൾ ചോദിക്കും, എന്താണ് കാരണം, ഇക്കൊല്ലം പ്രോഫിറ്റബിലിറ്റി റേഷ്യോ കുറഞ്ഞു, അതിനെന്താ കാരണം? അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കുറഞ്ഞു, എന്താ കാരണം? അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ചിലപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും സെയിൽസ് കണ്ടമാനം കൂടി. അപ്പൊ അടുത്ത ചോദ്യം, സെയിൽസ് കൂടിയിട്ട് എന്തുകൊണ്ടാണ് GP റേഷ്യോ കുറഞ്ഞത്? അപ്പൊ നിങ്ങളുടെ കയ്യിൽ ആൻസർ ഉണ്ടാവണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടിയോ? ചിലപ്പോൾ പർച്ചേസ് പ്രൈസ് കൂടിയിട്ടുണ്ടാവാം അല്ലെ. അല്ലെങ്കിൽ നിങ്ങളുടെ റോ മെറ്റീരിയൽ വാങ്ങുന്ന സ്ഥലത്ത് ഒരു വാറായിരിക്കാം, അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉള്ളത് കാരണം യു ആർ യൂസിങ് എ ഡിഫറെന്റ് മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഡയറക്റ്റ് ക്യാരേജ് ചെയ്യാനുള്ള എക്സ്പെൻസ് കൂടുതലായിരിക്കാം. ഇത് പറഞ്ഞാലുള്ള
ആ ഒരു ലെവലിൽ വേണം ഇനി നിങ്ങൾ പഠിക്കാൻ. അല്ലാണ്ട് വെറുതെ റേഷ്യോ കണ്ടിട്ട് ഇറ്റ്സ് ബെറ്റർ ദാൻ ലാസ്റ്റ് ഇയർ, ഇറ്റ്സ് ഹയർ ദാൻ ലാസ്റ്റ് ഇയർ, സോ ദ കമ്പനി ഈസ് ഡൂയിങ് ഗുഡ് എന്നല്ല. ബെറ്റർ ആണെങ്കിലും ചിലപ്പോൾ ചോദിക്കാം, ഈ സെയിൽസ് കുറഞ്ഞല്ലോ എന്നിട്ട് എങ്ങനെയാ പ്രോഫിറ്റ് കൂടിയെന്ന് ചിലപ്പോൾ നിങ്ങളുടെ ബോസ് ചോദിക്കാം. അപ്പൊ എന്താ ചെയ്യുക? നിങ്ങൾ വേഗം പോയിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നോക്കും. ചിലപ്പോൾ നിങ്ങൾ ഇത്രയും കാലം വാങ്ങിച്ചു കൊണ്ടിരുന്ന സപ്ലയർ വേറെ ദൂരെ എവിടുന്നോന്നായിരുന്നു, ചിലപ്പോൾ അയാളുടെ ട്രാൻസ്പോർട്ടിലായിരുന്നു വന്ന് നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ യു മൂവ് ടു എ ബെറ്റർ സപ്ലയർ ഹൂ ഈസ് അവൈലബിൾ ലോക്കലി. അപ്പോൾ നമുക്ക് ഡിലേ ഇല്ല, സ്റ്റോറേജ് കോസ്റ്റ് ഇല്ല, പെട്ടെന്ന് തന്നെ സാധനം എത്തും. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ കാരണം നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറഞ്ഞു. അതുകൊണ്ടാണ് പ്രോഫിറ്റബിലിറ്റി കൂടിയത്. സെയിൽസ് കുറഞ്ഞാലും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കോസ്റ്റും കുറഞ്ഞു, അത് കാരണം GP കൂടി എന്ന് പറയാൻ പറ്റണം. അതേമാതിരി നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ അറിയാലോ, P&L അക്കൗണ്ടിൽ എല്ലാ എക്സ്പെൻസും അനലൈസ് ചെയ്യണം. ഏറ്റവും കൂടുതൽ നിങ്ങളെ CA-കാരൊക്കെ നോക്കുമ്പോൾ G&A, ജനറൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ G&A എന്ന് പറയും. അവിടെയാണ് ഒരുപാട് വരിക. അവിടെ ആണ് നമ്മളുടെ ബോസിന്റെ ബിസിനസ് ടൂറ്, ടോപ്പ് മാനേജ്മെന്റ് സാലറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ ഏതൊരു ഓഡിറ്റർ നോക്കുമ്പോൾ ആദ്യം അവർ അനലൈസ് ചെയ്യുന്നത് G&A ആണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങൾ ആ റേഷ്യോ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ഇൻക്വിസിറ്റീവ്നെസ് നിങ്ങളിൽ വരണം. എന്നാൽ മാത്രമേ നിങ്ങൾ പഠിക്കുന്നത് മീനിങ് ഫുൾ ആയിട്ടും ലോജിക്കലായിട്ടും ഒരിക്കലും മറക്കാത്ത വിധത്തിൽ നിങ്ങൾക്ക് അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പഠിക്കണം. അല്ലാണ്ട് വെറുതെ ബ്ലാങ്ക് ആയിട്ട് ഒരു റേഷ്യോ കണ്ടിട്ട് ആൻസർ കൊടുത്താൽ ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു ടു പ്രോഗ്രസ്. നാളെ ഇപ്പൊ ഓക്കെ റേഷ്യോ കൊടുത്താൽ പകുതി മാർക്കെങ്കിലും കിട്ടും, പാസ്സാവാം. പക്ഷെ നാളെ ജോലിക്ക് പോകുമ്പോണ്ടല്ലോ, പകുതി പണിയെടുത്താൽ പ്രൊബേഷൻ പീരീഡ് കഴിയുമ്പോഴേക്കും വീട്ടിൽ പോവാന്നാവും. സോ ജോലി സ്ഥലത്തിൽ നമ്മൾ മാക്സിമം സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ യു നീഡ് ടു വർക്ക് വെരി സ്മാർട്ട്. അതിന് ഇങ്ങനത്തെ അനാലിസിസ് ഒക്കെ ആവശ്യമാണ്. എന്തായാലും ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ട് ചെയ്യുക. ഇവിടുത്തെ കോഴ്സൊന്നും വലിയ നിങ്ങളുടെ ഡിഗ്രി കോഴ്സുമായിട്ട് അല്ല, പക്ഷെ അതിനേക്കാളും ഒരുപാട് റെലവെന്റ് ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾ അക്കൗണ്ട്സ് അക്കാഡമിയിൽ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ ബി സിൻസിയർ, ക്വസ്റ്റ്യൻ ചെയ്യുക. വെറുതെ ഒരു വഴിപാടുമാരി വന്നിട്ട് ചെയ്യുന്നത് പോയാൽ നിങ്ങൾക്കാണ് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടാണ്ടാവുന്നത്. നിങ്ങൾ ചോദിച്ചാലേ നിങ്ങളുടെ ഡൗട്ട്സ്, നിങ്ങൾക്കുള്ള ഡൗട്ട്സ് നിങ്ങൾക്കേ അറിയുള്ളൂ. അത് ചോദിച്ചാൽ മാത്രമേ ഇവിടുത്തെ ട്രെയിനർക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുള്ളൂ എന്താന്നുള്ളത്. അപ്പോൾ പല ആൾക്കാരും പല വിധത്തിൽ ചോദിക്കുമ്പോൾ പല ഡൗട്ട്സും വരും. ദാറ്റ് വിൽ ഓപ്പൺ അപ്പ് യുവർ മൈൻഡ് ഫോർ ഡിഫറെന്റ് വർക്കിംഗ് സിനാരിയോസ്. നാളെ ജോലി ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യം അറിയാലോ. അക്കൗണ്ട്സ് അക്കാഡമിയിൽ ചെയ്യുന്ന വർക്ക് മുഴുവൻ റിയൽ വർക്ക് ബേസ്ഡ് ഓൺ അവർ ക്ലയൻസ്. വി ആർ ജസ്റ്റ് ഡൂയിങ് ദ ട്രെയിൻ. അവർ മെയിൻ ജോബ് ഈസ് പ്രാക്ടീസിങ് അക്കൗണ്ടൻസ് ആണ്. അപ്പൊ അവരുടെ റിയൽ സിനാരിയോസ് ആണ്. അത് ഒരുമാതിരി ആർക്കും കിട്ടാത്തൊരിതാണ്. കുക്ക്ഡ് ക്വസ്റ്റ്യൻ അല്ല, ഇറ്റ്സ് എ റിയൽ സിനാരിയോ വി ആർ ഗിവിങ് യു. സോ ബി സിൻസിയർ ആൻഡ് കമ്മിറ്റഡ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് ലേണിംഗ്. ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഗിവ് ലൈറ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. കാരണം ഇങ്ങനത്തെ കോഴ്സുകൾ ചെയ്തു വരുന്നവര് വളരെ കുറവാണ്. അങ്ങനെ ചെയ്തു വരുന്നതിലുള്ള വ്യത്യാസം ഡെഫിനറ്റ്ലി യു വിൽ സീ ഇൻ യുവർ ജോബ് പ്ലേസ്. അങ്ങനത്തെ ആൾക്കാരെയാണ് എംപ്ലോയർക്ക് ആവശ്യം. അല്ലാണ്ട് എല്ലാ കാര്യവും പറഞ്ഞിട്ട് ഡെലിഗേഷനും പിന്നെ ഓരോന്നും പറഞ്ഞിട്ട് ചെയ്യാതല്ല ഇപ്പോഴത്തെ സിസ്റ്റം. യു ഷുഡ് ടേക്ക് ദ ഇനിഷ്യേറ്റീവ് ടു ഡു ദ റിപ്പോർട്ടിങ് ആൻഡ് അഡ്വൈസ് ദ മാനേജ്മെന്റ്. അതാണ് എല്ലാ സ്ഥലത്തും എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ട്രൈ ടു ഡു തിങ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അതാണ് നിങ്ങൾ അക്കൗണ്ട്സ് അക്കാഡമിയിൽ ഉള്ള മെച്ചം. അതാണ്. അത് എന്തായാലും മാക്സിമം യൂസ് ചെയ്യുക. അതേമാതിരി നിങ്ങളൊരു അപ്പാറ്റ് എന്നൊരു കോഴ്സിനെ പറ്റി, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോവുക, ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതൂ, ജസ്റ്റ് ടു അനലൈസ് വെദർ യു ഹാവ് ദ ആപ്റ്റിറ്റ്യൂഡ് ടു വർക്ക് ഇൻ ദ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഓക്കെ, ഇറ്റ്സ് എ വെരി ഗുഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആൻഡ് ഇപ്പൊ നമ്മളുടെ ഇവിടെ കുറെ കുട്ടികൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവർക്ക് ജോബ് സെലക്ഷൻ അടക്കം മെച്ചമുണ്ടായി എന്നുള്ള ഫീഡ്ബാക്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ എക്യുപ്ഡ് ആവാൻ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഒരു ഹയർ ലെവലിൽ ഇരിക്കുന്നവരാ. +2 എക്സെപ്റ്റ് ദോസ് ഹു ആർ വിത്ത് ദ +2. മറ്റുള്ളവരൊക്കെ യു ആർ റെഡി ടു ഫേസ് ദ ജോബ് എൻവയോൺമെന്റ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ യു നീഡ് ടു ബി വെരി സീരിയസ് വിത്ത് ഓൾ ദീസ് ഏരിയാസ്. എന്തെങ്കിലും ഡൗട്ട് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അഞ്ജിമ രവി.
പറയൂ. ഡൗട്ടുകൾ എന്തെങ്കിലും, ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനി പോയിന്റ് യു നീഡ് ടു ക്ലാരിഫൈ? ഇതൊരു ഇന്ററാക്ഷൻ സെക്ഷൻ ആണ്. അപ്പൊ ഇതിപ്പോ ഞാൻ മാത്രമാണ് സംസാരിക്കുന്നത്, നിങ്ങൾ ആരും ഇന്ററാക്ട് ചെയ്യുന്നില്ല. മാം, നമ്മള് CA ചെയ്യുമ്പോൾ ഫൈനല് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മുന്നേ വർക്കിന് പോണതാണോ, അത് ഇടയിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ പഠിക്കണതാണോ നല്ലത്? അത് നമ്മള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണ വരെ പഠിപ്പ് മാത്രമായിട്ട് പോണതാണോ ബെറ്റർ? അത് മോളുടെ സ്മാർട്ട്നെസ് എങ്ങനെയുണ്ട് എന്നനുസരിച്ചിരിക്കും. അറിയാലോ, നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണ്ടല്ലോ അല്ലെ? ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണ സമയത്ത് അത് തന്നെ വളരെ ഹെക്റ്റിക്കാണ്. ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, പഠിപ്പും കൊണ്ടു നടക്കുക. അതല്ലാണ്ട് വേറൊരു ജോലിക്ക് പോയാൽ ചിലപ്പോൾ പഠിക്കാനുള്ള സമയം, പഠിപ്പുമായിട്ടുള്ള ബന്ധം ഒക്കെ കുറഞ്ഞു പോകും. സോ ഇറ്റ്സ് അഡ്വൈസബിൾ ടു കോൺസെൻട്രേറ്റ് 1 or 2 years, ഫിനിഷ് യുവർ കോഴ്സ്, then you get into the job scenario. അല്ലാണ്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ ആർട്ടിക്കിൾഷിപ്പ് കഴിയുമ്പോൾ തന്നെ ഇതാവും, അതിന്റെ കൂടെ തന്നെ പഠിപ്പൊന്ന് കൊണ്ട് നടക്കണം. അല്ലെങ്കിൽ എന്താവും അറിയാം, പല ആൾക്കാരും ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത് അവിടുത്തെ സ്റ്റാഫായിട്ട് മാറും, പരീക്ഷ എഴുതില്ല. അങ്ങനെ നമ്മളുടെ ഗോൾ ഒരിക്കലും ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ? ഓൾറൈറ്റ്. പിന്നെ ആരാണ്? മെർലിൻ എന്ന ഡൗട്ട് ഇല്ലേ? ഞാൻ ക്ലാസ് ജോയിൻ ചെയ്തപ്പോ തന്നെ ലേറ്റ് ആയി പോയി. ലേറ്റായി പോയോ? ആ സ്റ്റോറി ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നോ പ്രോബ്ലം. എന്താ വെച്ചാൽ ഇത് നമ്മളുടെ ഇതിന് മുമ്പത്തെ പല വെബിനാറും നിങ്ങൾക്ക് ലിങ്ക് ഒക്കെ കിട്ടുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ. അപ്പൊ ഞാനേ അറൌണ്ട് 3 years എന്റെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ACCA-ല്. ACCA-ലല്ല, ഓവറോൾ ജോബ് എക്സ്പീരിയൻസ്. അത് ഇതിന് ACCA-ക്ക് 3 years വർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടില്ലേ? അത് ക്വാളിഫൈ ആവാൻ provided you get relevant documents signed by your boss wherever you are working. അവിടുന്ന് ഇത് കിട്ടിയ പോരെ, വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ പോരെ? ACCA-യുടെ ലെവല് വേറെയാണ് മോളെ. വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനേക്കാൾ അവരുടെ ഫോം ഉണ്ട്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് റിക്വയർമെന്റ്, PER എന്നൊരു ഫോം ഉണ്ട്. ACCA വെബ്സൈറ്റിൽ പോയി നോക്കൂ. അതിൽ ഏതൊക്കെ വർക്ക് ചെയ്തു എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്യണം. അത് നമ്മളുടെ ബോസ് കൗണ്ടർ സൈൻ ചെയ്ത് തരണം. കവർ ചെയ്തിട്ടുണ്ടാവണം, റെലവന്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. അത് സൈറ്റിൽ പോയി നോക്കിയാൽ എങ്ങനെയാണ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് റിക്വയർമെന്റിൽ അത് പറയും. ക്വാളിഫൈഡ് ആണോ? ഞാൻ കൗൺസിലല്ല കൂടുതൽ ജോലി ചെയ്തേക്കണേ. അപ്പൊ ഇത് ഞാനിതിൽ പോയി നോക്കണം എന്താണ് PR. അല്ല മെർലിൻ, are you a qualified ACCA or you are still doing ACCA? I'm doing ACCA. Which level you are in? I'm just ഫസ്റ്റ് പേപ്പർ ആണ്, FR ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. We are preparing for FR, financial reporting. So since you have that practical experience already covered, ACCA will consider that. അപ്പൊ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്താൽ മേ ബി within 6 months you will be a member. Okay. അപ്പൊ ഈ PR എന്താന്ന് ഞാൻ പോയി ചെക്ക് ചെയ്യണം. അതെ, ചെക്ക് ചെയ്യണം. എന്തൊക്കെയാന്ന് ക്രൈറ്റീരിയ. And you see what are the fields which are mandatory, what are the fields which are optional, and make sure you have covered all those areas wherever you worked, and get it signed by your boss, and you can send it to ACCA. There is no need to wait. This will be saved in your profile. Okay. We have not done the registration formalities yet. So you have to do it. You are registering by yourself or through Accountants Academy? Through Accountants Academy. So and the first exam that I'm appearing is in December. Okay. So we have time to read it. Yeah. But it's better you finish things and go through the website and familiarize yourself with all the requirements and the formalities. Okay. It's all open for everyone. It's so transparent, ACCA. So you don't need to really depend on the registration to complete. Except certain points, everything is available on the site.
Okay. Yeah, thank you. Anyway, since you all are okay with it, I hope you don't have any more questions to ask me. Definitely, in case you get some doubts in future, you know where to contact. Since you are associated with Accounts Academy, you can get hold of me or anybody. We even have a psychologist. If you have any other personal things to be discussed, we have even a psychologist at your disposal. So you can get hold of us through your websites or the contact numbers, counselors or your teachers. You can make appointments and catch us either online or in person, whichever way according to the situation. Okay. Thank you all for your valuable time. It was really great to see you all smiling faces and CA, CCA people especially, and who are all ready to get into the market for the job scenarios. Wish you all best wishes and good luck for your job hunt. Okay. Thank you. Bye-bye. Thank you, ma'am.